എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വരുമ്പോൾ 4:26 നിങ്ങൾ കോപിച്ചാൽ പാപം ചെയ്യരുത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഇത് നീണ്ടു പോകാൻ അനുവദിക്കരുത്. അനുവദിച്ചാൽ എന്ത് സംഭവിക്കും? വായിച്ചോ. പിശാചിന് ഇടം കൊടുക്കും. സോ നമ്പർ 1, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ ഒരാളോട് കയ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അത് ദൈവകരങ്ങളിൽ വിട്ടുകൊടുക്കുക. ലെറ്റ് ഗോഡ് ഡീൽ ഇറ്റ്. കർത്താവ് താൻ പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്കാണ്, പ്രതികാരം എനിക്കുള്ളത്, ഞാനത് ചെയ്യും, നീ അത് പേടിക്കണം. നിന്നോട് വാദിക്കുന്നവർ അമ്പരന്ന് പോകും, അവര് നശിച്ച് ഇല്ലാതെയായി തീരും. നീ അവരെ അന്വേഷിച്ചാൽ കണ്ടുകിട്ടത്തില്ല, കാര്യം അതിന്റെ മുമ്പേ ഞാൻ തീർത്ത് കളയും. പക്ഷെ നീ പിടിവിടണം എന്ന് പറയുമ്പം നമ്മളായിട്ട് ഒന്നും തന്നെ പ്രതികരിക്കാനോ ഒന്നും പോകാതെ മിണ്ടാതിരുന്ന് ദൈവമാണെന്നറിഞ്ഞാൽ, അതാണ് സങ്കീർത്തനം 4:4 പറഞ്ഞത്, ബി സ്റ്റിൽ. കട്ടിലയിൽ കിടക്ക്, ബി സ്റ്റിൽ, ബി സ്റ്റിൽ. ആ സ്റ്റിൽനെസ് എപ്പോഴാ വരുന്നത്? ഈ യേശു ജീവനോടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുമ്പോൾ. ഉറപ്പുണ്ടെങ്കിൽ ഞാൻ കോപത്തിന് ഇടം വെക്കത്തില്ല. കോപം പാപത്തിന്, അതായത് ഞാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കത്തില്ല. കാരണം എടുത്താൽ പിശാചിന് ഞാൻ ഇടം കൊടുക്കുക. ഞാൻ പിശാചിന്റെ ഒരു ആയുധമാകും.